ഈ പണ്ട് പത്രങ്ങളിൽ ഉള്ളിലൊരു പേജ് ഉണ്ടായിരുന്നു. ഈ ചില ദൈവങ്ങളുടെയൊക്കെ പടം കൊടുത്തിട്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊരു ഭാഗം. താമസിച്ചതിന് ക്ഷമാപണം എന്നൊക്കെ കാണാം. ക്ഷമാപണം എന്നൊക്കെ പറഞ്ഞ്. ഇന്നിപ്പോൾ ആൾക്കാർ അതിലുള്ള വിശ്വാസം കുറഞ്ഞെങ്കിലും ഇപ്പോൾ CPM എടുക്കുന്ന പല തീരുമാനങ്ങളും അക്ഷരാർത്ഥത്തിൽ മറ്റു പാർട്ടികൾക്ക് ഗുണം ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു പങ്ക്തി ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണമാകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ BJP-ക്കാരോ കൊടുക്കണം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ് ഒരു LDF കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറച്ച് നേതാക്കളുടെ പടം കൊടുക്കാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവരായിരിക്കും. അതെ അതെ, കാരണം അവരാണ് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് DYFIയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളുമാണ്. അവർ നടത്തുന്ന പരിപാടികൾ, അവർ നടത്തുന്ന പ്രസംഗങ്ങൾ, ഈ തമാശ പരിപാടികൾ, SFIയും DYFIയും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വലിയ തോതിൽ കോൺഗ്രസിനെയും BJPയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ട് കൂട്ടരും കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ പലപ്പോഴും പാർട്ടി അംഗീകരിച്ച് തന്നെയാണോ എന്ന് പോലും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ വല്ലതും ചെയ്താൽ പാർട്ടി ഇടപെടുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഏതായാലും DYFIയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. അവിടെ നമ്മളിപ്പോൾ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പുതിയ സംസ്ഥാന ഭാരവാഹികൾ ആരായിരിക്കും, സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളതാണ്. ചിന്താ ജെറോമിന്റെ പേര് സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോമിനെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ബിജിൻ MLA അദ്ദേഹത്തെ നിയോഗിക്കാനാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുപാട് ചർച്ചകൾ പാർട്ടിക്കകത്ത് നടന്നിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മേയറായിരുന്ന നമ്മുടെ ആര്യ രാജേന്ദ്രൻ. DYFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാവാൻ ഒരു ശ്രമം നടത്തി നോക്കി. ചില നേതാക്കന്മാർ അവർക്ക് വേണ്ടി നിന്നുവെങ്കിലും ഒറ്റയടിക്ക് പാർട്ടി അണികളെല്ലാം ഈ DYFIയുടെ നേതാക്കളും CPM നേതാക്കളും എല്ലാം ഒന്നടങ്ങാൻ തലകളയായിരുന്നു. എന്നാൽ പിന്നെ ജില്ലാ പ്രസിഡന്റ് എന്നാൽ സംസ്ഥാന പ്രസിഡന്റായി നോക്കാമല്ലോ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി. അവിടെയും വെട്ടി. അവിടെ ഗോവിന്ദമാഷി തന്നെ പറഞ്ഞു എന്നാണ് ആര്യ സംസ്ഥാന പ്രസിഡന്റാക്കാൻ പറ്റില്ല, അത് ശരിയാകില്ല, കാരണം ജനരോഷം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ശിവൻകുട്ടി തന്നെ പറഞ്ഞാണല്ലോ, ഞാൻ തോക്കാൻ കാരണം ഈ ആര്യ രാജേന്ദ്രൻ മേയറായി എൻ്റെ വണ്ടി കൂടെ കയറി തുറന്ന വാഹനത്തിൽ പ്രചരണ വാഹനത്തിൽ കയറി വന്നുകൊണ്ടാണ് ഞാൻ തോറ്റെന്ന് വരെ ശിവൻകുട്ടി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആ അവസ്ഥയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ഒരു നേതാവിനെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റാക്കിയാൽ അത് DYFIക്ക് ഉള്ള വാഹനം കൂടെ പോകും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവർ തയ്യാറാകാത്തത്. പക്ഷേ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം ചിന്താ ജെറോം ഒരുപക്ഷെ DYFIയുടെ ആദ്യ വനിതാ സംസ്ഥാന അധ്യക്ഷ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കോമഡി വിഷയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സമ്മാനിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആധികാരികമായി എന്ന് അവർ അവകാശപ്പെട്ട് പറയുന്ന പല കാര്യങ്ങളും ലോക കോമഡിയാണ്. അത്തരം ഒരു നേതാവ് ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിലാണ് നമ്മൾ ഒരു തമാശ കാണുന്നത്. അല്ല, അതിൽ വേറെ തമാശയുള്ളത് പലരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓരോ ട്രോളൊക്കെ വരുന്നതിൽ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദമാഷ് കോമഡിയാണല്ലോ മൊത്തം പറയുന്നത്. അപ്പോൾ അതുപോലെ പോഷക സംഘടന കോമഡി നേതാക്കന്മാർ കാണാം. അപ്പോൾ അതുപോലെ ചിന്താ ജെറോം കുറച്ച് കോമഡിയൊക്കെ പറയട്ടെ എന്നുള്ളതാണ്. രമേഷ് പിഷാരടി ഒരു സമയത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഫീൽഡിൽ ആളുകളുടെ എണ്ണം ഇതൊരു കോമ്പറ്റീഷൻ കുറച്ചുകൂടി കടുപ്പമാകുക അന്ന് ഇതുപോലെ അതെ എണ്ണം കൂടുകയാണെന്ന് അന്ന് ഇങ്ങനെ തമാശ രൂപയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുക. ബിജിനെ സംബന്ധിച്ചിടത്തോളം ബിജിൻ വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. ബിജിൻ ഒരുപാട് താഴെത്തട്ടിൽ നിന്ന് SFIയിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു നേതാവാണ്, നല്ല MLA ആണ്. അപ്പോൾ പിന്നെ ബിജിനെയും ചിന്തയും ഒക്കെ തന്നെ നിയോഗിച്ചുകൊണ്ട് പാർട്ടിയെ നഷ്ടപ്രതാപം തിരിച്ച് പിടിക്കാം എന്നാണ് ഒരുപക്ഷെ CPM കണക്കൂട്ടുന്നത്. പക്ഷേ അവിടെ ഒരു വിഷയമുള്ളത് 4 വർഷത്തിന് ശേഷവും മറ്റുമാണ് DYFIയുടെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. സാറിന് ഇതൊന്നും സംഭവിക്കുന്നതല്ല. തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെയാണ് പാർട്ടി വിശദീകരണങ്ങൾ അവിടെ DYFI പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഇവർ കഴിഞ്ഞ 10 വർഷം ഇവർ ഭരണത്തിൻ്റെ ആ സുഖം നൂർന്ന് അങ്ങ് ഇരുന്നു പോയി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഒരു പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കളയാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ അവർ ശക്തമായി പ്രതികരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? വെറുതെ പൊതിച്ചോറ് കൊടുപ്പാണ് പരിപാടി, ഈ പ്രസ്ഥാനത്തിൻ്റെ ജോലി എന്നുള്ള രീതിയിലേക്ക് ജില്ലാ സമ്മേളനം നടന്നപ്പോൾ അവിടെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു, വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പല നേതാക്കൾക്കും സ്വയം വിമർശനം നടത്തേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു വിഷയം ഈ സംസ്ഥാന സമ്മേളനത്തിനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിലും ഇന്നുകൊണ്ടാണ് ഒരു സമ്മേളനം ആരംഭിക്കുന്നത്. ആ സമ്മേളനത്തിൽ ചർച്ചകൾ മറ്റു രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു തയ്യാറെടുപ്പ് ഓൾറെഡി DYFI തന്നെ നടത്തിയിട്ടുണ്ട്. പല ജില്ലകളിലും നേരത്തെ പറഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ അതിശക്തമായുള്ള വിമർശനം പലയിടത്ത് വരുന്നിട്ടുണ്ട്. അതിന് പല വിഷയങ്ങളുണ്ട്. ഒന്ന്, SFIയുടെ നേതാവായിരുന്ന DYFIയുടെ നേതാവായിരുന്ന ബിജു മരിച്ചിട്ട് ബിജുവിന് ഒരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ വർഷം മുമ്പ് പണപ്പിരിവ് നടത്തുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. തിരുവനന്തപുരത്ത് RCCയിലോ മറ്റോ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ആളുകൾക്ക് വരുന്ന ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് വിശ്രമയാത്ര ഉണ്ടാക്കാനൊക്കെ വേണ്ടിയാണ് പൈസ പിരിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും വർഷം 2000 ആണ്ട് മറ്റോ അതിൻ്റെ പിരിവും മറ്റും ആരംഭിച്ചിട്ട് ഇന്നും അതിന് യാതൊരു
നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു. അതിന് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ അക്കാര്യത്തിൽ അവർ പ്രതികൂട്ടി നിൽക്കുന്ന ഒരവസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ പിണറായി വിജയൻ്റെ ഈ കുടുംബത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ DYFIയുടെ നേതാക്കൾ പലരും നിശബ്ദത പാലിക്കുകയായിരുന്നു അവിടെ ചെയ്ത്. പാർട്ടിക്ക് അകത്തോ പുറത്തോ വരായിരുന്നെങ്കിലും പറഞ്ഞിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത്തരം ചർച്ചകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ലേ? അതുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ MV ഗോവിന്ദൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഈ സമ്മേളനത്തിലെ ചർച്ചകൾ മറ്റേതെങ്കിലും ദിശയിലേക്ക് മാറുന്ന തരത്തിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ തീരുമാനമെടുക്കാൻ ഒരു മുൻകരുതൽ അവരപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു മുൻകരുതൽ. ഈ യോഗത്തിൻ്റെ ഒരു മൂടനുസരിച്ചായിരിക്കും ഭാരവാഹികൾ അവരോട് നിശ്ചയിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അവസാന നിമിഷം ചിന്താ ജെറോമിനും ബിജിനും ഒക്കെ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ അതിശക്തമായ തോതിലുള്ള വിമർശനങ്ങളും ഉൾപ്പാർട്ടി ചർച്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് പണ്ടത്തെ പോലെ പാർട്ടിക്ക് ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതെ, ഇപ്പോൾ തോറ്റ് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവരെ രണ്ടുപേരും ആക്കണം, അല്ലെങ്കിൽ ചിന്താ ജെറോമിനെ വരെ മറ്റൊരാളുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നുള്ളൊരു ആവശ്യം ഈ സമ്മേളനത്തിൽ അതിശക്തമായ രീതിയിൽ ഉയർന്നു വന്നാൽ അത് അനുസരിക്കാൻ പാർട്ടി നിർബന്ധിതരാകും. പിണറായി വിജയൻ വരുന്നുണ്ട് ഒരു ദിവസം, MV ഗോവിന്ദൻ അവിടെ തന്നെ ഉണ്ട്, സംസ്ഥാന സമ്മേളനത്തിന് അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. CN മോഹൻ സംസ്ഥാന സെക്രട്ടറി അങ്ങ് അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. അവരായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു മേൽനോട്ട ചുമതല അവർക്കായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് പഴയ DYFI അല്ല, ഇപ്പോഴത്തെ DYFI എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇന്ന് മാത്രം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് DYFI നേതാക്കന്മാരുടെ പേരിലൊക്കെ ഇപ്പം ഒരു കേസിൽ പ്രതിയാവുന്നുണ്ട്, പിടികൂടുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണ അവസാനിപ്പിക്കേണ്ടി വരും. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചിന്താ ജെറോമിൻ്റെ ഒരു ഒരിക്കലും നമ്മൾ അവരൊരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ തീർത്ത മോശമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാണുന്നില്ല. പക്ഷേ അവർ ഒരു തലപ്പത്തേക്ക് നമ്മളിപ്പോൾ നടത്തുന്ന പ്രസ്താവന ഒരുപക്ഷെ അത്രയും സീരിയസ്നെസ് ജനം കാണുകയുള്ളൂ. പക്ഷേ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു അതിന്റെ ഒരു വ്യാപ്തി മാറുകയാണ്. ഈ പറയുന്ന ആളിന്റെ ആധികാരികത എന്താണെന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കും, സ്വാഭാവികം ചിന്തിക്കും. അപ്പോൾ നമുക്കറിയാം ചിന്താ ജെറോമിന്റെ മുൻ പ്രസ്താവനകളൊക്കെ അവര് വാ തുറന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ കോമഡിയും ട്രോളുകളുമായി മാറിയിട്ടേ ഉള്ളൂ. മാത്രമല്ല അവരുടെ PhDയെ ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത കളയാൻ കഴിയുകയില്ല. മാത്രമല്ല അവിടെ ഉള്ളത് ഇത്തവണ അവർ പ്രായപരിധി നിർബന്ധമാക്കിയിട്ടുണ്ട്. 38 വയസ്സാക്കി. അപ്പോൾ ഈ സമ്മേളനം വൈകി നടക്കുന്ന ഇത്രയും 4 വർഷത്തിന് ശേഷം നടക്കുന്ന സമ്മേളനം ആയതുകൊണ്ട് തന്നെ പല നേതാക്കന്മാർക്കും ഇതിൽ സ്ഥാനം കിട്ടാതെ പോകും. അതിൽ സ്ഥാനം കിട്ടാതെ പോകുന്ന ഒരു 2 വ്യക്തികളുടെ നമ്മൾ പേര് പറയുകയാണെങ്കിൽ JS ഷിജുഖാനും M ഷാജനുമാണ്. അവർക്ക് അതിൽ കിട്ടാതെ പോയതിൻ്റെതായിട്ടുള്ള അമർഷം അവരുടെ അണികൾക്കിടയിലും ഉണ്ട്. അപ്പോൾ ഷിജുഖാനെ സംബന്ധിച്ചിടത്തോളം ഷിജുഖാൻ SFIയിലൂടെ കടന്നു വന്ന ആളാണ്. പാർട്ടി പല പദവികളും ഷിജുവിനെ നിയോഗിച്ചിട്ടുണ്ട്. ഷാജറും അതുപോലെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരികയാണെങ്കിൽ ഈ പ്രായപരിധി നിർബന്ധമാക്കി വരികയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പദവി വഹിക്കാൻ പറ്റാത്ത അവസ്ഥയാവുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ഭാവിയിലുള്ള രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അങ്ങനെ സ്ഥാനമൊന്നും മോഹിക്കാൻ പാടില്ല എന്നാണ് പണ്ടുണ്ടായിരുന്നൊരു സങ്കല്പം. പഴയ സങ്കല്പമാണത്. ഇതിലിപ്പോൾ ഈ ഷാജറിനെതിരെ പറയുന്നതിൽ അദ്ദേഹത്തിനെതിരെ ഈ ഫ്രാക്ഷൻ യോഗത്തിന് തൊട്ട് മുമ്പ് വിവാദങ്ങൾ പലതും ഉയർന്നിരുന്നു എന്നാണ് അദ്ദേഹം. അതൊരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട കണ്ണൂരിൽ സഹകരണ സംഘം രൂപീകരിച്ചതിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ കോൺട്രിബ്യൂട്ടർ മറ്റെന്തൊക്കെ ആയിരുന്നു ഷാജറെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ വരുന്നിട്ടുണ്ടായിരുന്നു. ഷിജുവിൻ്റെ പേര് അങ്ങനെ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചൈൽഡ് ഈ ശിശുസേന സമിതിയിൽ ഇരുന്ന സമയത്ത് പ്രസിഡന്റായിരുന്ന സമയത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ പാർട്ടിയുടെ പദവികൾ വഹിക്കുന്നതിനെ ഏൽക്കുന്നതിനൊന്നും ഒരു തടസ്സമായി മാറാൻ സാധ്യത. പാർട്ടിക്ക് അവരുടേതായ രീതികളുണ്ടല്ലോ. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമായി പോകും. DYFIയുടെ സംസ്ഥാന സമ്മേളനം പണ്ട് കിടക്കും വലിയൊരു സംഭവമായിരുന്നു നടക്കുന്ന സമയത്ത്. അതിൽ അവിടെ വരുന്ന പിന്നെ പ്രമേയങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ, കാര്യങ്ങളൊക്കെ തന്നെ വലിയ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് സംസ്ഥാന സമ്മേളനമാണെന്ന് പോലും ഒരു ദേശാഭിമാനി കാണുമായിരിക്കും. അതല്ലാതെ ആരും ഇത് വലിയ തോതിൽ വാർത്തയായിട്ട് പോലും ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അധികാരം നഷ്ടപ്പെടുകയും അത് ദയനീയമായ തോതിലുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പ് എടുക്കുകയും ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു പോഷക സംഘടനയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം കൂടിയാണിത്. നമ്മൾ ഓർക്കുക. LDF തന്നെ കഴിഞ്ഞ 3 മാസത്തിന് ശേഷം, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് LDF യോഗം ചേർന്നത്. ഈ 3 മാസം ഒന്നും ചേർന്നിട്ടില്ലായിരുന്നു. അതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനായിട്ട് തിരിച്ചടിയുടെ തൊട്ട് പിന്നാലെ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് പരാജയ ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുകയും അത് ഏതൊക്കെ തലങ്ങളിലേക്ക് കടന്നു ചെല്ലും എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഇവർക്കൊരു അച്ചടക്കത്തിൻ്റെ വാളൊക്കെ അവർക്കുണ്ട്, അത് കാണിച്ച് പേടിപ്പിക്കുമായിരിക്കും. പക്ഷേ അതൊക്കെ പണ്ടാണ്.
ഇനി അങ്ങോട്ട് അത് യേശുവും അല്ല, ഡിവൈഎഫ്ഐയുടെ അച്ചടക്കത്തിന്റെ വാള് നമ്മളൊരു 3-4 ദിവസം മുമ്പേ കണ്ടതാണ്. മുഖ്യമന്ത്രി ചെറ്റ എന്ന് വിളിച്ച് അവരുടെ അതെ അതെ അച്ചടക്കത്തിന്റെ ഒരു ക്വാളിറ്റി അവർ പുറത്ത് വെളിവാക്കിയതാണ്. ഒഴിവാക്കിയതാണ്. അല്ല എങ്കിൽ പോലും ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഈ പറഞ്ഞതുപോലെ CPM ഒരു പോഷക സംഘടന നടത്തുന്ന തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിക്ക് ശേഷം നടത്തുന്ന സംസ്ഥാന സമ്മേളനം എന്നുള്ള നിലയിൽ മാത്രമേ പിണറായി വിജയനും MP ഗോവിന്ദനും അതിൽ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ അവിടെ ഉയരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വിമർശനം ഉയർന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പ്രസ്ഥാനം ഇനി നേരെ നന്നാവാൻ പോകുന്നില്ല. DYFI, CPM, SFI എല്ലാം ആകെപ്പാടെ നാശത്തിൻ്റെ പടുവിലേക്കായിരിക്കും പോകുന്നു എന്നുള്ള ഉറപ്പാണ്. വിമർശനങ്ങൾ ഉയർന്നാൽ മാത്രം, അതല്ലെങ്കിൽ പാർട്ടി കഴിഞ്ഞ 10 വർഷം ഉണ്ടായ ഭരണവുമായി ബന്ധപ്പെട്ടുണ്ട് അതിന് പാർട്ടിക്കകത്തും സർക്കാരിലൊക്കെ ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അവർക്ക് പോകാൻ പറ്റില്ല. പോയിട്ടില്ലെങ്കിൽ, അത് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യവുമില്ല ഈ സമ്മേളനം നടത്തിയിട്ടെന്നാണ്.